സ്വാലിഹത്തായ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ്വ പ്രശ്നങ്ങളും തീരുകയാണ്, സർവ്വ ടെൻഷനുകളും തീരുകയാണ്. ആ പെണ്ണിന്റെ മുഖം കണ്ടാൽ ഭർത്താവിന് സമാധാനം കിട്ടുന്നുണ്ടോ? ആ പെണ്ണാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എങ്ങനെയായിരുന്നു? മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഖദീജ ബീവിയോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ ഇങ്ങനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കാ വിജയം നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കാ വിജയം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഇസ്സത്തുണ്ടാക്കിയ ഒരു കാര്യമാണ് മക്കാ വിജയം. ആ മക്കാ വിജയം കഴിഞ്ഞപ്പോൾ മക്ക പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൈപ്പിടിയിലേക്കും മക്കയുടെ അധികാരം കടന്നു വന്നു. മുസ്ലിമീങ്ങൾ ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് തിരിച്ചു വന്നു. മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തൻ്റെ സ്വഹാബത്തിനെയും മക്കയിൽ നിന്ന് ആട്ടിയോടിച്ചതാണ്. പ്രവാചകൻ അവിടെ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന രംഗം, ഹിജറ ചെയ്യുന്ന രംഗം അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലയുടെ മുകളിൽ കയറിയിട്ട് മക്കയിലേക്ക് നോക്കിയിട്ട് കരയുകയാ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മക്കയോട് പറഞ്ഞു, നിന്നെ വിട്ടുപിരിയാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, നിന്നെ പിരിഞ്ഞു പോകാൻ എനിക്കൊരൽപ്പം പോലും ആഗ്രഹമില്ല. വളരെ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. നിന്റെ നാട്ടുകാരെന്നെ അവിടെ നിൽക്കാനും താമസിക്കാനും അനുവദിക്കാത്തത് കൊണ്ടാണ് പിരിഞ്ഞു പോകുന്നത് എന്ന് നിറകണ്ണുകളോടെ പ്രവാചകൻ മക്കയെ നോക്കി പറഞ്ഞിട്ട് പോയി എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അവസാനം മദീനത്ത് പോയി വർഷങ്ങൾ കഴിഞ്ഞു. ആ മക്ക ഇസ്ലാമിന്റെ കൊടിക്കീഴിലേക്ക് കടന്നു വരുമ്പോൾ, ആ മക്ക വിജയത്തിന്റെ വേളയിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്ത് കയറിയൊന്ന് നിസ്കരിക്കാൻ വല്ലാത്ത ആഗ്രഹമാണ്. കഅബാലയത്തിന്റെ അകത്ത് കയറിയൊന്ന് നിസ്കരിക്കണമെന്ന് മുത്തുനബിക്ക് വല്ലാത്ത ഒരു മോഹമുണ്ടായി. പടച്ചവനെ, നമ്മളൊക്കെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പലപ്പോഴും മക്കയിലേക്ക് കടന്നു വന്നു. ആ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലബ്ബൈക വിളിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലൂടെ ഒന്ന് തവാഫ് ചെയ്യാൻ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും ഒരുപാട് പരിശ്രമിച്ചു, ഒരുപാട് ആഗ്രഹിച്ചു വന്നപ്പോൾ മക്കക്കാരെന്ന് കാലുകുത്താൻ പോലും അനുവദിപ്പിക്കാതെ അല്ലാഹുവിന്റെ പ്രവാചകന് അനുവാദം കൊടുക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം മക്കാ വിജയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഉൾഭാഗത്ത് കയറി അവിടെ നിന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹം തോന്നി. എന്റെ പ്രിയമുള്ളവരെ, കഅബാലയത്തിന്റെ താക്കോല് കൊണ്ടുവരാൻ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ താക്കോല് വെച്ചിരിക്കുന്ന മനുഷ്യനാരാണ്? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന മനുഷ്യനാണെന്ന് മുസ്ലിമായിട്ടില്ല. ആ മനുഷ്യന്റെ കയ്യിലാണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന മനുഷ്യന്റെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, കഅബാലയത്തിന്റെ താക്കോല് വേണം, അല്ലാഹുവിന്റെ പ്രവാചകന് നമസ്കരിക്കാനാണ്, അല്ലാഹുവിന്റെ റസൂലിന് അതിനകത്ത് കയറി നിസ്കരിക്കാനാണ്. അവിടെ നിന്ന് താക്കോല് ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് താക്കോല് കൊടുക്കാൻ അവിടെ നിന്ന് സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് താക്കോല് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന മുത്തുനബിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ് അവിടെ നിന്ന് താക്കോല് തരാൻ പറഞ്ഞിരിക്കുന്നത്. അതാ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് എനിക്ക് വിശ്വാസമില്ലല്ലോ, എനിക്കതിന് തെളിവുണ്ടെങ്കിലല്ലേ വിശ്വസിക്കാൻ കഴിയൂ. അവിടെ നിന്ന് താക്കോല് തരില്ലെന്ന് പറഞ്ഞു പടച്ചവനെ ആ മനുഷ്യൻ അവിടെ നിന്ന് വാശി പിടിക്കുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് താക്കോല് പിടിച്ചു വാങ്ങുകയാ. കഅബ
കഅബാലയത്തിന്റെ താക്കോല് പിടിച്ചു വാങ്ങിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നിട്ട് അവിടുത്തെ കഅബാലയത്തിന്റെ കവാടം അവിടങ്ങ് തുറക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആ കഅബാലയത്തിന്റെ അകത്ത് മുത്തുനബി കയറി നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജോലി എന്തെന്നറിയുമോ? സംസം വെള്ളം കോരിക്കൊടുക്കുന്ന ജോലിയാണ്. സംസം വെള്ളം കോരിക്കൊടുക്കുന്ന ജോലിയാണ്. ആ സ്വഹാബിയാണ് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, കഅബാലയത്തിന്റെ താക്കോല് ഞങ്ങളുടെ കയ്യിൽ തരുമോ നബിയേ? അവിടുന്ന് കഅബാലയത്തിന്റെ താക്കോല് ഞങ്ങളുടെ കയ്യിൽ തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബാ, അയ്ന ഉസ്മാൻ ഇബ്നു തൽഹ, എവിടെയാണ് ഉസ്മാൻ ഇബ്നു തൽഹ, എവിടെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു തൽഹാനെ മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞ താക്കോല് നിങ്ങൾക്കുള്ളതല്ല, അത് ഉസ്മാൻ ഇബ്നു തൽഹയുടെ കുടുംബ പരമ്പരയ്ക്കുള്ളതാണ്. അവര് മുസ്ലിം പോലുമായിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, താക്കോൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ. അവിടുന്ന് കൊടുക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു തൽഹ ചോദിക്കുകയാ, തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് എന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്? തട്ടിപ്പറിച്ചു കൊണ്ടുപോയ കഅബാലയത്തിന്റെ താക്കോല് എന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു തരുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഉസ്മാൻ ഇബ്നു തൽഹയോട് പറഞ്ഞു, അമാനത്തായി നൽകിയിരിക്കുന്ന കാര്യമാണ്, അത് അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അവിടുന്ന് പറയുകയാ, നിങ്ങളുടെ കുടുംബക്കാർക്കുള്ളതാണ്. കഅബാലയത്തിന്റെ താക്കോല് എന്റെ പ്രിയപ്പെട്ടവരെ ഉസ്മാൻ ഇബ്നു തൽഹയുടെ കുടുംബക്കാരുടെ കയ്യിലാണ് അന്ന് ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് വാങ്ങിയത് അമാനത്തായും തന്നത് തിരിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തിരിച്ചു കൊടുക്കുമ്പോ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ആയത്തുണ്ട്, അമാനത്ത് അല്ലാഹുവേ തന്നത് തിരിച്ചു കൊടുക്കണമെന്നാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മറുപടി പറയുമ്പോ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ പിടിച്ചു പറിച്ചു കൊണ്ടുപോയ താക്കോല് എന്റെ കയ്യിൽ തന്നെ തിരിച്ചു തരണമെന്ന് നിങ്ങളുടെ ദീന് പഠിപ്പിക്കുന്നുണ്ടോ? അമാനത്തിന് ഇത്രയും വലിയ മഹത്വമുണ്ടോ? എങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബ്ബാസ് തങ്ങൾ വന്നിട്ട്, നബിയേ, ആ താക്കോല് ഞങ്ങളുടെ കയ്യിൽ തായെന്ന് ചോദിച്ചപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അത് ഉസ്മാൻ ഇബ്നു തൽഹയുടെ കുടുംബ പരമ്പരകൾക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് പരിശുദ്ധമായ മക്കത്ത് പോകും, മദീനത്ത് പോകും, പരിശുദ്ധമായ കഅബാലയത്തിൽ പോകുമല്ലോ. ആരാ സഹോദരാ, ഇന്നും ആ കഅബയുടെ താക്കോൽ ആരുടെ കയ്യിലാ? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ മുസ്ലിം പോലുമല്ല, പക്ഷേ ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു കഅബാലയത്തിന്റെ താക്കോൽ ഇരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചു, തന്നില്ല, പിടിച്ചു പറിച്ചുകൊണ്ട് വന്നു. കാരണം അത് പ്രവാചകൻ നിസ്കരിക്കാനല്ലേ. അവിടെ നിന്ന് കൊണ്ടുവന്ന് കഅബാലയം തുറന്നു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എവിടെ ഉസ്മാൻ ഇബ്നു തൽഹ, എവിടെ? അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നത്, നബിയെ, ആ താക്കോൽ ഇങ്ങതാ നബിയെ, ഞങ്ങൾ വെച്ചോളാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സൗദി ഗവൺമെൻറ്റാണ് ഇന്ന് പരിശുദ്ധമായ കഅബാലയം ഒക്കെ നോക്കുന്നത്. പക്ഷേ ജോലിയ അതൊക്കെ ഒന്ന് പണിത് റെഡിയാക്കാൻ വേണ്ടിയുള്ള ജോലി മാത്രമേ ഉള്ളൂ, അവരുടെ കയ്യിലല്ല. അത് എന്നായാലും തിരിച്ച് അവരുടെ കയ്യിലേക്ക് തന്നെ മടക്കി കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എത്ര കൊല്ലം കഴിഞ്ഞാലും ചരിത്രങ്ങൾ അറിയുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയുടെ കയ്യിൽ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് അവിടുന്ന് കൊടുത്തു. അവരുടെ കുടുംബ പരമ്പരയുടെ കാര്യം ഖിയാമത്ത് നാൾ വരെ ആ പരമ്പര
കാരണം തുർക്കിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. സൗദി ഗവൺമെന്റ് ഇപ്പൊ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെങ്കിലും ഈ കഅബാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ആ താക്കോല് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുകൊടുക്കണം. അതാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയമുള്ളവരെ, അമാനത്തെന്ന് പറഞ്ഞാൽ അതാ. അമാനത്തെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാതെ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു കാര്യമാണ് അമാനത്ത്. നമ്മളിൽ പലരും ആ അമാനത്തിന്റെ മഹത്വവും പവിത്രതയും അത് ലംഘിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് നമ്മൾ പലരും മറന്നുപോകുന്നു. അപ്പം അമാനത്തിന് ഇത്രയും വലിയ മഹത്വമുണ്ടെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അറഫയുടെ മൈതാനയിൽ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രഭാഷണം നടത്തി. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പ്രഭാഷണം നടത്തി. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ മുന്നിലിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പല കാര്യങ്ങളും സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. പലിശയെ കുറിച്ച്, പലിശയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച്, തന്റെ കുടുംബത്തിലെ അടുത്ത സഹാബിയോടാണ് പ്രവാചകന് പലിശയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രവാചകൻ അവിടുന്ന് ഉപദേശം കൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് പ്രഭാഷണത്തിൽ ഒരുപാട് ഉപദേശം കൊടുത്തു. അതിനകത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് അറഫയുടെ മൈതാനയിൽ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന് അവിടുന്ന് കൊടുത്ത ഉപദേശത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നമ്മുടെ ഭാര്യ. മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നമ്മുടെ ഭാര്യയുണ്ടല്ലോ, അത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. മുത്തുനബി പറയുന്നു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ചു കൊള്ളണേ. ഒരു താക്കീതാണ്, ഒരു വലിയ ഉപദേശമാണ്, ഒരു മുന്നറിയിപ്പാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് നൽകുന്നത്. സ്വഹാബാ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന അമാനത്താ. അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളുടെ വിഷയത്തില് അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും സദഖയെക്കുറിച്ചും അല്ലാഹു ചോദ്യം ചെയ്യുമ്പോ അതിനിടയിൽ അല്ലാഹു അമാനത്തായി നൽകിയ നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ഓരോ ഭർത്താവിനോടും അല്ലാഹു വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താണ് സിറാജിന്റെ ഭാര്യ. എന്റെ ഭാര്യ സുമയെ കുറിച്ച് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ അല്ലാഹു പിടിച്ചു നിർത്തിയിട്ട്, സിറാജ്, ഞാൻ നിനക്ക് അമാനത്തായി തന്നിരുന്ന നിന്റെ ഭാര്യയോട് അവളോടുള്ള കടമകൾ നീ പാലിച്ചോ, അവളോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ, അവളോട് നീ എങ്ങനെയാണ് പെരുമാറിയത്? നാളെ പടച്ചറപ്പ് പരലോകത്ത് വെച്ച് എന്നെ പിടിച്ചു നിർത്തിയിട്ട് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിവാഹം കഴിച്ചവരോട് ചോദിക്കുകയാ, ഈ ചോദ്യത്തിന് മറുപടി പറയാ നിനക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല നിലയിൽ മറുപടി പറഞ്ഞ് അല്ലാഹുവേ, നിന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് സ്വർണത്തിലെ ചാരിക സേരാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതുമല്ലോ. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ ഈ പായിപ്പാടുള്ള ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ ചാരികസേരയിലെ ഭാര്യയും ഭർത്താവും കൂടെ പടച്ചവനെ ലവ് ജോഡികൾ നടക്കുന്നത് പോലെ, പ്രേമിച്ച് നടക്കുന്നവർ നടക്കുന്നത് പോലെ, കടപ്പുറത്തുകൂടെ നടക്കുന്നത് പോലെ, ബീച്ചിലും പാർക്കിലും നടക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് പ്രണയ ജോഡികൾ നടക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ സ്വർണത്തിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ് റബ്ബേ. ഇടത്തും വലത്തും സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാ, സേവകരായിട്ട് നമുക്ക് ഖിദ്മത്ത് ചെയ്യാ. അല്ലാഹുവിലെ സ്വർഗ്ഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ പോലും ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചാരത്തവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ ജനങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാ. പായിപ്പാടൊരു ചെറിയ കൂരയ്ക്കകത്ത് ജീവിച്ചിരുന്ന ഈ ഭാര്യയും ഭർത്താവും പടച്ചവനെ ഇവര് സ്വർഗത്തിലും ഒരുമിച്ചാണോ, ഇവര് സ്വർഗത്തിലും ഒരുമിച്ചാണോ? അവിടെ വെച്ച് കാണുമ്പോ ചോദിക്കുന്നു, സിറാജേ എങ്ങനെയാടാ നിനക്കിവിടെ ഒരുമിക്കാൻ കഴിഞ്ഞത്? ഇങ്ങനെയാണ് നിങ്ങൾ ദുനിയാവില് നിങ്ങളുടെ നാട്ടില് ഈ പായിപ്പാട് ഒരുമിച്ച് നിങ്ങൾ ജീവിച്ചിരുന്നത് പോലെ അള്ളാന്റെ സ്വർഗത്തിലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. എങ്ങനെയാ നിങ്ങൾക്ക് ഈ അവസരം കിട്ടിയത്? എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ പദവി നൽകിയത്? അള്ളാഹുവേ, അങ്ങനെ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ജോഡികളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലും ജോഡികളാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. 4 കാര്യങ്ങൾ ആർക്ക് ലഭിക്കുന്നു അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 1, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു ഹൃദയം. 2, അല്ലാഹുവിനെ കുറിച്ച് സ്മരണ നടത്തുന്ന ഒരു നാവ്, ദിക്ർ പറയുന്ന നാവ്. 3, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സ്. 4, അള്ളാഹുവിന് പേടിയുള്ള സാലിഹത്തായ ഒരു പെണ്ണിനെ ആര് ലഭിക്കുന്നുണ്ടോ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാ? കോടിക്കണക്കിന് സമ്പാദ്യമുള്ളവനോ ഹെലികോപ്റ്ററോ ഫ്ലൈറ്റൊക്കെ സ്വന്തമായിട്ടുള്ളവനൊന്നും അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുവോ? സാലിഹത്തായ ഒരു പെണ്ണിന് നിങ്ങളിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ടോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ സാലിഹത്തായ ഒരു പെണ്ണിനെ ഭാര്യയെ കിട്ടിയവനാണ്. സാലിഹായ ഒരു ഭർത്താവിനെ കിട്ടിയ പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നതിൽ അധികം പേരും വിവാഹം കഴിച്ചവരാ. ഈ സദസ്സിലിരിക്കുന്ന അധികം പേരും വിവാഹം കഴിച്ചവരാ. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ എന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ആരെ കിട്ടിയവൻ. അത് പറയാൻ തന്നെ ഒരു മടി. സാലിഹത്തായ ഒരു ഭാര്യ. നമ്മുടെ ആമിനായ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന നമ്മൾ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭാര്യ അൻസാരിക്കാക്കായും ഷാജിക്കാക്കൊക്കെ ഒന്ന് ആലോചിച്ച് എല്ലാവരും ആലോചിക്ക്. പടച്ചവനെ, നമ്മൾ ആ ഭാഗ്യവാന്മാരിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ നോക്കും, എന്താ ഗ്ലാമർ ഇല്ല ആമിനായിക്ക്, എന്നാ ഗ്ലാമർ. പടച്ചവനെ, സ്വർണ്ണം എത്ര കിട്ടി, കാറുണ്ട്, ഏക്കർ കണക്കിന് വസ്തുണ്ട് ഇല്ലേ, ഇതൊക്കെ ഉണ്ട്. എന്റെ ആമിന അപ്പൊ സാലിഹത്ത അല്ല. ഒരു പെണ്ണ് സാലിഹത്താകണമെങ്കിൽ അവൾക്ക് 7 അടയാളമുണ്ട്. 7 നല്ല അടയാളമുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. സാലിഹത്തായ ഭാര്യ ആണോ എന്ന് അറിയണമെങ്കിൽ എത്ര അടയാളുണ്ട് പറ? 7 അടയാളം. ഇത് കേട്ടിട്ട് തീരുമാനിക്ക് ആമിനായ എന്ത് ചെയ്യണമെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ഈ 7 അടയാളം കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന്. അള്ളാഹുവേ, പടച്ചോനെ തല്ലാനൊന്നും ഞാൻ പറയണില്ല. അതോ പെണ്ണുങ്ങളെ ഒന്നും പറയരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ ഉസ്താദന്മാരും ആ പാവങ്ങളെ കുറ്റം പറയണേ. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വലിയ മറുപടി ഉസ്താദന്മാരൊക്കെ കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പറയും, പെണ്ണുങ്ങൾ അങ്ങനെ വേണം. ആ ഭർത്താവിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കണില്ലേ, ഭർത്താവിന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കണമെന്ന് വഴുതു പറയും. ഭർത്താവിന്റെ പൊരുത്തമുണ്ടെങ്കിലേ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അപ്പം ചോദിക്കും, ഉസ്താദ് എന്റെ കെട്ടിയവൻ മുതുകൂടിയനാണെങ്കിലോ? ഒരു ചോദ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് വഴുതു പറയാനാണെങ്കിൽ ഇനി 3-4 ദിവസം വേണ്ടി വരും. ഭർത്താവിന്റെ ബാധ്യത എന്താ, ഭാര്യയുടെ ബാധ്യത എന്താ, കടമ എന്താണെന്ന് പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, 7 അടയാളമാണ് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഈ പറയുന്ന 7 അടയാളങ്ങൾ ഓരോ ഭർത്താവും അവിടെ നിന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്നോട് ദേഷ്യം വേണ്ട, വെറുപ്പ് വേണ്ട. നീ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കോ, പടച്ചവനെ, മുത്തുനബിയല്ലേ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തന്ന 7 അടയാളമാണല്ലോ. ഈ 7 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ ജീവിതത്തിലുണ്ടോ തമ്പുരാന്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരവിടം വഴുത് കേൾക്കുന്നവർ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ, നീ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, 7 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്താണ്? സാലിഹത്തായ പെണ്ണിന്റെ 7 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ നളറ ഇലൈഹാ സർറതുഹു. സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷമുണ്ടാവുകയാണ്, ഭർത്താവിന്റെ സർവ്വ ടെൻഷനും മാറുകയാണ്, ഭർത്താവിന് സമാധാനമാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കണ്ടാൽ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവളാണ് സാലിഹത്തായ ഭാര്യ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും കടന്നു വരുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാ നിനക്ക് സമാധാനം കിട്ടുമോ? നിനക്ക് സന്തോഷമുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇവിടെ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടിയാൽ ആ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയവരാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയേണ്ടത് ആരോടാണ് ഷെയർ ചെയ്യേണ്ടത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. 40 വയസ്സുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിച്ചതാരെയാണ്? പ്രവാചകൻ 25 വയസ്സ്, പ്രവാചകനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചത്. 63-ാമത്തെ വയസ്സിലാണ് മുത്തുനബി വഫാത്തായത്. പക്ഷേ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പും അള്ളാഹുവിന്റെ റസൂൽ ഖദീജ എന്ന് കേട്ടാൽ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുമായിരുന്നു. പ്രവാചകൻ
63-ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒന്നാമത്തെ ഭാര്യയായ ഖദീജയുടെ പേര് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി എന്തെന്നറിയുവോ? എന്റെ ഖദീജ എങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തന്റെ ഭാര്യമാരോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ഖദീജയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണം എന്താ? അവിടെയാണ് പഠിക്കേണ്ടത്. 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച മുത്തുനബി 50-ാമത്തെ വയസ്സ് വരെ ഖദീജ ബീവിയുടെ കൂടെയാണ് ജീവിച്ചത്. 25 വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു. ഒറ്റ ഭാര്യ ഖദീജ ബീവി മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ വേറെ ഒരു വിവാഹം കഴിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജയാരാ? ഖദീജയാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ 40-ാമത്തെ വയസ്സിൽ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് പരിശുദ്ധമായ കഅബാലയം കാണാൻ കഴിയുന്ന ആ ഗുഹയ്ക്കകത്തിരുന്ന് രാവും പകലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്താണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ പെരുമാലം ഭൂമിയുടെ മടിത്തട്ടിൽ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു. അവസാനം ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? കുടുംബക്കാരുടെ മുന്നിലേക്കല്ല. ജീവിതത്തിൽ ഭർത്താക്കന്മാര് പഠിച്ചോ? ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാ പോകേണ്ടത് എവിടെയാണ്? എവിടെ പോയാലാ സമാധാനം കിട്ടുന്നത്? എവിടെ പോയാലാ പരിഹാരം കിട്ടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ആദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം ഉംറയ്ക്ക് പോകുമ്പോ കേറിപ്പോയിട്ടുണ്ട്. പടച്ചവനെ, 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്ന് മുകളിൽ കയറി പോകണം. ആ മലയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത്, കൂട്ടുകാരുടെ മുന്നിലല്ല പോയത്. പിന്നെ പോയത് എവിടെയെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുന്നത്. പടച്ചവരെ, ഖദീജ ബീവിയുടെ വീടിന്റെ മുന്നിലെത്തി. ഖദീജ ബീവി എന്തെന്ന് ചോദിച്ചില്ല, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പേടിച്ചു വിറച്ച് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട്, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിക്കുന്നെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പെടുത്ത് പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ. ഒരു ഭാര്യതാണ്. അല്ലാഹുവിന്റെ റസൂല് പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്തേ എന്നല്ല ചോദിച്ചത്, തന്റെ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തന്റെ മടിയിൽ പിടിച്ച് കിടത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പുതപ്പെടുത്തു പുതപ്പിച്ചു. എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ തലോടിയിട്ട് ചോദിക്കുന്നു, എന്തേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്ത് പറ്റി?
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള തന്നെ പറയുന്നുണ്ട്, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീവി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നബിയേ വല്ലാഹു യഖ്ഫീക അല്ലാഹു അബദാ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, നിങ്ങളുടെ റബ്ബൊരിക്കലും നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, വിധവകളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ. തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് അല്ലാഹുവേ റസൂലുള്ളയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള മറക്കുന്നത് മരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ മറന്നുപോയില്ല. ഖദീജ ബീവി പറഞ്ഞു, അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സാലികത്തായ പെണ്ണാരെന്നറിയുമോ? ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാണ്. ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് വല്ലാതെ വേദനിച്ച് ക്ഷീണിച്ച മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് പോട്ടയിക്ക, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. ആ ഒരു വാക്കാ സഹോദര, അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഗുഹയുടെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് മുത്തുനബി ഓടി വന്നത് എവിടെ? ഭാര്യയുടെ അടുക്കൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് പ്രയാസമുണ്ടായാൽ ആരോട് ആദ്യം പറയേണ്ടത്? ഭാര്യയോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേരും പറയാറില്ല, രഹസ്യം മനസ്സിൽ നോക്കും. ഭാര്യയെടുത്ത് ആരും ഒന്നും പറയാറില്ല. കാരണം ഭർത്താവ് ഭാര്യയോട് ഒന്നും പറയാറില്ല, ഭാര്യയും ഭർത്താവിനോടൊന്നും പറയാറില്ല. കാരണം പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയണം, ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയണം. ഇവിടെ ഇത് രഹസ്യങ്ങൾ പറയുന്നത് പോയിട്ട് കെട്ടിയ പെണ്ണിന്റെ അടുക്കൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ സമയമില്ലാത്തവരാ അധികം ഭർത്താക്കന്മാരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? പണമില്ലെന്നോ വീടില്ലെന്നോ അല്ല. പണമോ വീടോ സുഖമോ ഒന്നുമല്ല. 195% പെണ്ണുങ്ങളുടെയും പരാതി, ഉസ്താദ് എൻ്റെ ഭർത്താവ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കുന്നില്ല. സത്യമല്ലേ? ഒരു 5 മിനിറ്റ് കുടുംബ കലഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചേർക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇരിക്കണം നമ്മളിൽ എത്ര പേരാ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം? സമയമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, വൈകിട്ട് വീട്ടിൽ കയറി കുളിച്ചു വല്ലതും തിന്നു ടിവിയുടെ മുന്നിൽ ഇരിക്കെ കടന്നുറങ്ങും. അള്ളാഹു അല ആമിന നീ വല്ലതും തിന്നോടിയെന്ന് പോലും നമ്മൾ ഈ പലരും ചോദിക്കാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും. അല്ലേ? ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ എന്താ? പൂമുഖ വാതുക്കൽ അങ്ങനെ എങ്ങാണ്ടതില്ലേ? ആർക്കും അറിയത്തില്ല, എല്ലാവരും മലക്കുകളാ. നിങ്ങൾക്ക് ആർക്കാ പാട്ട്? സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ. പാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം. ഓൻ്റെ പെണ്ണുമ്പിളുടെ അവസ്ഥ എന്താണെന്ന് ഓനറിയാതിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയും മാർക്കറ്റിൽ വന്നു കിടന്ന് 2 മണിക്ക് 3 മണിക്ക് വരുന്നയാ. ഇവിടെ വന്നു കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒരു ഉച്ചയായി, ഉച്ച കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിലേക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ചുമട്ടുതൊഴിലാളിയാ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ശരീരം മുഴുവനും വേദനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ വീടിന്റെ കവാടത്തിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കാ.
ഈ ശരീരം മുഴുവനും തളർന്നു വരുന്ന ഭർത്താവിനെ വായിക്കാന്ന് പറഞ്ഞിട്ട് ആ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് പോട്ടേക്കാ, മക്കൾക്ക് വേണ്ടിയല്ലേ, ഒരൊറ്റ വാക്ക് മതി സഹോദര, സർവ്വവേദനയും മറക്കാൻ. പക്ഷെ അങ്ങനെ പറയുന്നൊരു ഭാര്യ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി? നമ്മൾ പിശുക്കന്മാരാ, എല്ലാ കാര്യത്തിലും പിശുക്കന്മാരാ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മടിക്കുന്നവരാ ഞാനും നിങ്ങളും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെക്കാലം വലിയ പിശുക്കന്മാര്. നമ്മൾ പറയും പള്ളിക്ക് പൈസ തരാത്തവനാ, ഓനൊന്നും അല്ല ഷാജിക്ക. അള്ളാടെ പള്ളിക്ക് പൈസ തരാത്തവനൊന്നും അല്ല പിശുക്കൻ. ഏറ്റവും വലിയ പിശുക്കൻ ആരെന്നറിയോ? സ്വന്തം പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കി ചിരിക്കാത്തവന്മാരുണ്ട്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി എന്നാ നിനക്കൊന്ന് പുഞ്ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? തന്റെ നീടെ നാട്ടുകാരെ കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ഐഷാത്ത അസുഖമല്ലേ എന്തൊക്കെയല്ലേ, കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ചിരിയും കളിയും, ഓ എന്താ വിശേഷമൊക്കെ. അല്ലാഹു അലം. ഒന്നാമത് വേറെണ്ണത്തിനെ വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ വിവാഹം കഴിച്ച് മഹർ കൊടുത്ത് കൊണ്ടുവന്ന അല്ലാഹു ഹലാലാക്കി തന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ മുഖത്ത് നോക്കി നിനക്കൊന്ന് പുഞ്ചിരിച്ചാലെന്താ? സ്നേഹത്തോടെ ഒന്ന് നോക്ക്. അതന്നെയല്ലേ പെണ്ണിന്റെ പരാതി. നീ നോക്കിയാലല്ലേ ചങ്ങായി ഒരു പാല അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ. നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യക്ക് തിരിച്ചുണ്ടാകൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, ഇന്ന റജുലൻ ഇദാ നദറ ഇലാ ഇംറഅതിഹി വ നദറതു ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹിം നദറത റഹ്മാ. നബി പറയുന്നത് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണോ, പടച്ചവന്റെ കാരുണ്യം നിന്റെ വീടിന്റെ അകത്തിറങ്ങണോ, നിനക്ക് സന്തോഷം വേണോ, നിനക്ക് സമാധാനം വേണോ, ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് 21 വയസ്സുള്ളവളാകട്ടെ, അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 60 70 വയസ്സുള്ള തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ രോഗം പിടിച്ച് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന പെണ്ണാകട്ടെ ഭർത്താവാകട്ടെ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ ആ വീട്ടിലേക്ക് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പെരുമഴ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. എന്ത് ചെയ്തപ്പോ? നിസ്കരിച്ചപ്പോഴല്ല, സദഖ കൊടുത്തപ്പോഴല്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴല്ല, യതീമീങ്ങളെ സഹായിച്ചപ്പോഴല്ല, അള്ളാന്റെ പള്ളിക്ക് സദഖ കൊടുത്തതിന്റെ പ്രതിഫലമല്ല, നീ വിവാഹം കഴിച്ച് ഹലാലായ മഹർ കൊടുത്ത് കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് നോക്കിയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ വീട്ടിലേക്ക് പടച്ചറബിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുകയാണ്. പടച്ചറബ് നിനക്ക് റഹ്മത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്ക് ലഭിക്കുകയാണ്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടെ നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് നിനക്ക് പിടിക്കാൻ കഴിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാ നാട്ടുകാര് കാണാനല്ല, കുടുംബക്കാര് കാണാനല്ല, മക്കള് കാണാനല്ല, പടച്ചറപ്പ് കാണാൻ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തില്ലേ? കൈകൊണ്ട് പിടിക്കരുതെന്ന് പടച്ചറപ്പ് പറഞ്ഞ പലതും നീ പിടിച്ചില്ലേ?
ചെയ്തില്ലേ, പലതും നീ എടുത്തില്ലേ, പലതും നീ ചെയ്തില്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ച ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിനക്ക് ചിരിക്കാൻ മനസ്സില്ലല്ലോ, അതാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാറ്, സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാറ് ഇന്ന് പല ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയുന്നില്ലല്ലോ. നാട്ടുകാരെ കാണുമ്പോ അന്യവന്റെ ഭാര്യയെ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും ചിരിക്കാനും തമാശ പറയാനും ഒരുപാട് സമയമുണ്ടല്ലോ. എങ്കിലും മുത്തുനബിയല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാല്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതച്ച് കിടത്തുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുമാടി വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. ഈ പായിപ്പാട് പള്ളിയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ഭർത്താവേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ് മരിച്ചു കിടക്കുമ്പോഴും കാണാ സഹോദരാ, നിന്റെ മുഖത്താ പുഞ്ചിരി കാണാ സഹോദരാ. അതുകൊണ്ട് നീ സമയം കണ്ടെത്ത്, നിന്റെ ഭാര്യയോട് സംസാരിക്കൂ. അവരുടെ മുഖത്ത് നോക്കിയാ നിന്റെ ടെൻഷൻ മാറണം, നിന്റെ പ്രയാസം മാറണം. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടേണ്ടത്. അവളാണ് സാലിഹത്തായ ഭാര്യ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ പേടിച്ച് വിറച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് അവിടെന്ന് പറയുന്നു, ആര് കൈവിട്ടാലും അല്ലാഹ് നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിച്ചവരാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, വിധവകളെ സഹായിക്കുന്നവരാണ്. ഒരിക്കലും പടച്ച റബ്ബ് നിന്നെ കൈവിടില്ല എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത ഭാര്യ, പടച്ചവനെ അവളാണ് ഭാര്യ. അങ്ങനെയുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. ഏതു ഭർത്താവാ മറക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാ ഖദീജാനെ മറന്നില്ലല്ലോ, മരിക്കുന്ന കാലം വരെ മറന്നില്ലല്ലോ. ഖദീജയാരാ? ഖദീജയാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ ഭക്ഷണവുമായിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോകുന്ന ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ ജിബ്രീൽ ഇപ്പോ വന്നിട്ട് പോയതേ ഉള്ളൂ, ജിബ്രീൽ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയുവോ? എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയുവോ? ഖദീജ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുകയാ. തങ്ങളുടെ മുന്നിൽ ഭക്ഷണവുമായി കടന്നുപോയ ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ അല്ലാഹു നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീലും നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ സലാം ഖദീജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വാലിഹത്തായ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ പ്രശ്നങ്ങളും തീരുകയാണ്, സർവ ടെൻഷനുകളും തീരുകയാണ്. ആ പെണ്ണിന്റെ മുഖം കണ്ടാൽ ഭർത്താവിന് സമാധാനം കിട്ടുന്നുണ്ടോ? ആ പെണ്ണാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എങ്ങനെയായിരുന്നു? മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഖദീജ ബീവിയോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ ഇങ്ങനെ, എല്ലാ ഭാര്യമാരോടും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരോടും സ്നേഹമായിരുന്നു, ഒരാളോടും പ്രവാചകന് വേർതിരിവില്ലായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പറയുന്നു, മുത്തുനബിയെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല.
അല്ലാഹുവേ എന്റെ ഭർത്താവിനെ പോലെ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. എന്തൊരു കളിയും തമാശയുമായിരുന്നെന്നറിയുമോ? നമ്മൾ ഇന്ന് വിവാഹം കഴിച്ചാൽ ടെൻഷനാണ്, പ്രയാസമാണ്, വീട്ടിലേക്ക് കടന്നു പോകാൻ മടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, ഭർത്താവിന് ഭാര്യയെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഒരു കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറം പടച്ചവനെ ഒരു പുതപ്പിന്റെ കീഴിൽ രണ്ടു മനസ്സുമായി കിടക്കുന്ന ഭാര്യയും ഭർത്താവ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എടുത്തു നോക്ക്, മുത്തുനബിയുടെ ജീവിതം എടുത്തു നോക്ക്. ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം കളിച്ച നബിയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? നമുക്ക് സമയമുണ്ടോ? നമുക്ക് പെണ്ണുമ്പിള്ളയെടുത്ത് സംസാരിക്കാൻ സമയമില്ല. എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് പറഞ്ഞങ്ങാതി. ഓണത്തിന് പോലും ഓടാത്ത നീയാ പറയുന്നത് ഓട്ട മത്സരത്തെ കുറിച്ച്. സ്വന്തം ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ട മത്സരം. എത്രാമത്തെ വയസ്സിൽ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടിട്ട് പോലില്ല ആയിഷ ബീബി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. ഖദീജ ബീവിയുടെ മകൾക്ക് ആയിഷ ബീവിയുടെ വയസ്സിനേക്കാളും കൂടുതലുണ്ടെന്നാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 50-ാമത്തെ വയസ്സിലെങ്ങാണ്ട റസൂലുള്ളാഹി തങ്ങൾക്ക് 50 വയസ്സുണ്ട്, ഖദീജ ബീവിക്ക് 65 വയസ്സ്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചേ. അപ്പൊ ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയായിട്ട് മുത്തുനബി ഓട്ട മത്സരം മഹാനായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരത്തിൽ എപ്പോഴും ജയിക്കും. ആയിഷ ബീവി തോറ്റുപോകും. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തോക്കുന്നത് കണ്ടപ്പോ മുത്തുനബി തോറ്റുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ഭാര്യയും ഭർത്താവും അതായിരുന്നു സ്നേഹബന്ധം. നമ്മൾ ആ വയസ്സിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയണത്, ഓ ആ പ്രായം ചെന്ന മനുഷ്യനാ ചെറിയ പെണ്ണിനെ വിവാഹം കഴിച്ചെന്നൊക്കെ പറയും. ചങ്ങായി, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷിച്ചെന്നറിയോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അവിടെയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ ബഖീൽ ഒരു കബറടക്കം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരുമ്പോ തലവേദന സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന് വല്ലാത്ത തലവേദന. ആ മരണത്തിന്റെ തലവേദന തുടങ്ങുന്ന അവിടെ നിന്നാണ്. പ്രവാചകൻ ഈ വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാ. അവിടുന്ന് എന്റെ തലയെ പടച്ചോനെ, എന്തൊരു വേദനയാ അല്ലാ, മരിച്ചാ മതിയായിരുന്നു പടച്ചോനെ, ഇതെന്തൊരു തലവേദന. വീടിന്റെ അകത്ത് കിടന്ന് കരയാ. ഭർത്താവിന്റെ തല വേദനിച്ചപ്പോ ഭാര്യയുടെ തലയും വേദനിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ബന്ധം. ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഈ പള്ളിയിൽ ജോലി ചെയ്ത ചങ്ങാതി, ഇവിടെ ഈ പള്ളിയിൽ ജോലി ചെയ്ത ബംഗാളിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കയ്യിൽ എന്തോ ഒരു മെഷീൻ വന്ന് കൊണ്ടിട്ട് പോയ ചങ്ങായി. അദ്ദേഹത്തിന്റെ കയ്യില് മെഷീൻ വന്ന് കൊണ്ടിട്ട് നരമ്പ് കട്ടായിപ്പോയി. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. പക്ഷെ ആ ചെറുപ്പക്കാരനോട് അവന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ 2 ദിവസം ജോലിക്ക് പോകണ്ട. ആ കൈ മുറിയുന്നതിന്റെ തലേ ദിവസം അവനെ വിളിച്ചിട്ട് അവന്റെ അമ്മ പറഞ്ഞു, നീ 2 ദിവസം ജോലിക്ക് പോണ്ട, നിനക്ക് എന്തോ പറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു മോനെ. അതൊരു ബന്ധമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് ഉമ്മയും മകനും അങ്ങനെ ചിലപ്പോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാറുണ്ട്. പെട്ടെന്ന് രാത്രി അതൊരു ബന്ധമാ. എന്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ ഉള്ളൊരു ബന്ധമാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അറിയാൻ പറ്റും. ചില ഭർത്താവിന് ഭാര്യയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തോ കള്ളത്തരം ഉണ്ടെന്ന്, അല്ലേ? ഭാര്യ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്തൊക്കെ നിങ്ങളെ കുറെ കാലായില്ലേ ചങ്ങാതിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു അവർക്കൊക്കെ ഈമാനും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് കരയാ. റസൂലുള്ളാഹി തങ്ങൾ കയറി ചെന്നപ്പോ പറയാ, നബി എന്തൊരു തലവേദനയാ പടച്ചവനെ, അല്ലാ എന്തൊരു വേദനയാ പടച്ചവനെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ നീ എന്തിനാ പേടിക്കണേ? നീ എന്തിനാ ആയിഷ നീ പേടിക്കുന്നേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്നെക്കാളും ഭാഗ്യവതി വല്ലതും ഉണ്ടോ?
ഈ തലവേദന കാരണമെങ്ങാണം നീ എങ്ങും മരിച്ചുപോയാൽ, തലവേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് തല പൊട്ടുന്നു എന്ന് പരാതി പറഞ്ഞ ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞ ഒരു തമാശയാണ്. റസൂലുള്ള പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ എങ്ങാണം അങ്ങ് മരിച്ചുപോയാൽ, പടച്ചവരെ നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു പോകുന്നത്, അല്ലാഹുവേ അതും ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ ആയിഷ. നീ എങ്ങാണം മരിച്ചുപോയാ നിന്റെ ജനാസ ഒരാളെയും കാണാൻ അനുവദിക്കില്ല, നിന്റെ ശരീരം ഒരാൾക്കും കാണാൻ കൊടുക്കില്ല. ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ജനാസ ഞാൻ തന്നെ കഫം ചെയ്യും ആയിഷ. റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ മയ്യത്ത് ഒരാളെയും കാണിപ്പിക്കാതെ ഞാൻ തന്നെ കുളിപ്പിക്കും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പൊതിയും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പൊതിയും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വസല്ലൈതു അലൈകി, നിന്റെ മയ്യത്ത് ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കും ആയിഷ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ ഖബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് നിനക്ക് ഖബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് തന്നെ നിന്നെ ഖബറിന്റെ അകത്തേക്ക് ഞാൻ ഇറക്കി വെക്കും. നീ എത്ര വലിയ ഭാഗ്യവതിയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, പടച്ചോനെ എന്തൊരു തലവേദന അല്ലാ, ഈ വേദന വന്ന എന്തല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ തലവേദനയാണ്, നീ അങ്ങ് മരിച്ചുപോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ മയ്യത്ത് നിസ്കരിക്കും, നിനക്ക് എന്റെ കൈ കൊണ്ട് കബർ കുഴിച്ചിട്ട് ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ കബറിൽ ഇറക്കി വെക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എന്നെ കൊണ്ട് കബറടക്കിയിട്ട് വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് വീട്ടിലല്ലേ വേറെ ഭാര്യമാരായിട്ട് കടന്നു വരാൻ, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന്. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. ആയിഷ ബീവി അതായിരുന്നു, ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ജീവിതം അതായിരുന്നു. അവരുടെ അതാ പ്രവാചകനുമായിട്ട് തമാശ ഇടയ്ക്കിടയ്ക്കൊക്കെ ചരിത്രം പറയുന്നു. അന്ന് മക്കത്തും മദീനത്തൊക്കെ ഈ നമ്മൾ ഇന്ന് കരോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലെ ആയുധത്തിന്റെ ഒക്കെ പല കളികളും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല എപ്പോഴും നബിയോട് പറയും, നബി എന്നെ കൂടെ കൊണ്ടുപോകാൻ, നബി എന്നെ കൊണ്ടുപോകണം. ഒരിക്കൽ കൊണ്ടുപോയി. റസൂലുള്ളാഹി തങ്ങള് ആ ഒരു വിനോദമായ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് എടുത്ത് മസല വെച്ചിട്ട് കൊണ്ടുപോകാന്നല്ല, അങ്ങനെ ഇവിടെ വേണം ഉസ്താദ്. ഇപ്പൊ അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കൊണ്ട് സർക്കസ് കാണാൻ പോയെന്ന് നമുക്കും പോകാം എന്നല്ല, നമ്മൾ മസല കണ്ടെത്തുന്ന അങ്ങനാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ തോളിൽ ചാരി ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പടച്ചോനെ ആ സമയത്ത് ആ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓടാ ജീവനും കൊണ്ടല്ല. ഉമർ തങ്ങൾ വന്നപ്പോ അവിടെ നിറങ്ങി ഓടി. ആയിഷ നബി വരെ എഴുന്നേറ്റ് പോയെന്നാ. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? ഉമറിന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞത്, വല്ലപ്പോഴും ആ പാവത്തിനെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ, പെണ്ണ് കെട്ടിക്കൊണ്ട് അടുക്കള ഇട്ടാ പോരാ, വല്ലപ്പോഴെങ്കിലും പാവത്തിനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നല്ല, വികാലാന്റി കൊണ്ടുപോയി ഇത്രയുള്ളത് ഇട്ടുകൊണ്ട് കുളത്തിൽ ഇറക്കണമെന്നല്ല, ചങ്കമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുണി വാങ്ങാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ പാവത്തിനെ കൊണ്ടുപോകാൻ നമ്മളല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞു, പടച്ചോനെ എന്തൊരു തലവേദന അല്ലാ, ഈ വേദന വന്ന എന്തല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ തലവേദനയാണ്, നീ അങ്ങ് മരിച്ചുപോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ മയ്യത്ത് നിസ്കരിക്കും, നിനക്ക് എന്റെ കൈ കൊണ്ട് കബർ കുഴിച്ചിട്ട് ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ കബറിൽ ഇറക്കി വെക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എന്നെ കൊണ്ട് കബറടക്കിയിട്ട് വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് വീട്ടിലല്ലേ വേറെ ഭാര്യമാരായിട്ട് കടന്നു വരാൻ, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന്. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. ആയിഷ ബീവി അതായിരുന്നു, ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ ജീവിതം അതായിരുന്നു. അവരുടെ അതാ പ്രവാചകനുമായിട്ട് തമാശ ഇടയ്ക്കിടയ്ക്കൊക്കെ ചരിത്രം പറയുന്നു. അന്ന് മക്കത്തും മദീനത്തൊക്കെ ഈ നമ്മൾ ഇന്ന് കരോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലെ ആയുധത്തിന്റെ ഒക്കെ പല കളികളും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല എപ്പോഴും നബിയോട് പറയും, നബി എന്നെ കൂടെ കൊണ്ടുപോകാൻ, നബി എന്നെ കൊണ്ടുപോകണം. ഒരിക്കൽ കൊണ്ടുപോയി. റസൂലുള്ളാഹി തങ്ങള് ആ ഒരു വിനോദമായ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് എടുത്ത് മസല വെച്ചിട്ട് കൊണ്ടുപോകാന്നല്ല, അങ്ങനെ ഇവിടെ വേണം ഉസ്താദ്. ഇപ്പൊ അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കൊണ്ട് സർക്കസ് കാണാൻ പോയെന്ന് നമുക്കും പോകാം എന്നല്ല, നമ്മൾ മസല കണ്ടെത്തുന്ന അങ്ങനാണല്ലോ.
ആയിഷ ബീവി റളിയല്ലാഹു തആല, അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ തോളിൽ ചാരി ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പടച്ചോനെ, ആ സമയത്ത് ആ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓടാ ജീവനും കൊണ്ടല്ല. ഉമർ തങ്ങൾ വന്നപ്പോ അവിടെ നിറങ്ങി ഓടി. ആയിഷ നബി വരെ എഴുന്നേറ്റ് പോയെന്നാ. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? ഉമറിന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞത്, വല്ലപ്പോഴും ആ പാവത്തിനെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പെണ്ണ് കെട്ടിക്കൊണ്ട് അടുക്കള ഇട്ടാ പോരാ, വല്ലപ്പോഴെങ്കിലും പാവത്തിനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നല്ല, വികാലാന്റി കൊണ്ടുപോയി ഇത്രയുള്ളത് ഇട്ടുകൊണ്ട് കുളത്തിൽ ഇറക്കണമെന്നല്ല, ശംഖമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുണി വാങ്ങാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ പാവത്തിനെ കൊണ്ടുപോകാൻ നമ്മളല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.